സൗഭാഗ്യ ജീവിതം നയിക്കുന്ന പാസ്റ്റർ PM തോമസ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. 1944 മല്ലപ്പള്ളി ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് പാസ്റ്റർ PM തോമസ് രക്ഷിക്കപ്പെട്ടത്. അന്നു തൊട്ട് സുവിശേഷ വേലയ്ക്കുള്ള ഭാരം തന്നെ അലട്ടിക്കൊണ്ടിരുന്നു. 1947 ഒരു വലിയ സാമ്പത്തിക തകർച്ച മൂലം പുന്നവേലിയിലുള്ള തങ്ങളുടെ വസ്തു വിറ്റ് ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറ്റി. അപ്പനും അമ്മയും 7 മക്കളും അടങ്ങുന്ന ആ വലിയ കുടുംബം വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന സമയമായതിനാൽ വീട്ടിലുള്ളവരെ സഹായിപ്പാനായി പുന്നവേലി ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യാപകനായി താൻ ജോലി ആരംഭിച്ചു. എന്നാൽ സുവിശേഷ വേലയായിരുന്നു തോമസിൻ്റെ ശ്രദ്ധ മുഴുവനും. വടക്കേ ഇന്ത്യയിൽ സുവിശേഷം പറയണമെങ്കിൽ ഹിന്ദി പഠിക്കണമായിരുന്നു. അതിനായി 1 വർഷത്തെ അവധിയെടുത്ത് കോട്ടയത്തുള്ള ഹിന്ദി ട്യൂട്ടോറിയൽ കോളേജിൽ ഹിന്ദി വിദ്വാന് പഠിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് അവരുടെ സ്വന്തത്തിൽപ്പെട്ട കല്ലുപാലത്തിങ്കൽ KV തോമസ് എന്നയാളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. യാക്കോബക്കാരായ അവരുടെ ഭവനത്തിലും താൻ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നത് പോലെ ഒരു കൂട്ടായ്മ ആരംഭിച്ചു. അതുമൂലം ആ കുടുംബത്തിലുള്ളവരും അവരുടെ സ്വന്തക്കാരായി സമീപത്തുണ്ടായിരുന്ന പല ആളുകളും രക്ഷിക്കപ്പെടുവാനിടയായി. ഒരു ദിവസം സന്ധ്യയ്ക്ക് തോമസ് തിരുനക്കര മൈതാനത്തിന് സമീപം നടക്കുമ്പോൾ മൈതാനത്തിലുള്ള വലിയൊരാൾക്കൂട്ടത്തിനിടയിൽ മൈക്കിൽ കൂടെ ആരോ ഇമ്പമായി പാടുന്നത് കേട്ടു. അത് ഇപ്രകാരമായിരുന്നു: കമ്പ് കഴിഞ്ഞു ബജറയോളം മൈലോളം പോയി, ഇനി ആരാണോ. കമ്മ്യൂണിസ്റ്റുകാരുടെ മീറ്റിങ്ങിൽ PT പുന്നൂസ് പ്രസംഗിക്കുന്നതിന് മുൻപ് ആളുകളെ ആകർഷിക്കാൻ പാട്ടുപാടുമായിരുന്നു. മധുരമായി ഈ സ്വരം ആരുടേതാണെന്നറിയാൻ തോമസ് ആൾക്കൂട്ടത്തിനിടയിലൂടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ തങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട കല്ലുപാലത്തിങ്കിലെ കുഞ്ഞുമോനാണ് എന്ന് മനസ്സിലായി. PM തോമസിൻ്റെ കണ്ണു നിറഞ്ഞു. ദൈവമേ, എൻ്റെ ഈ സഹോദരൻ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ അവൻ അങ്ങയുടെ വേലയ്ക്കൊരു മുതൽക്കൂട്ടാകുമായിരുന്നല്ലോ. അവനെ നിനക്കായി നേടുവാൻ എനിക്ക് കൃപ തരണേ എന്ന് നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീർ തുടച്ച് നടന്ന് വീട്ടിലെത്തി. മുറിയിൽ കിടന്ന് കണ്ണുനീരോട് അവനു വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കുഞ്ഞുമോൻ്റെ മുറിയിലേക്ക് ചെല്ലുവാൻ തോമസിന് നിയോഗമുണ്ടായി. താൻ കയറി ചെല്ലുമ്പോൾ അയാളും അമ്മയും കൂടി ഇരുന്ന് കരയുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. കരയുന്നത് എന്തിനാണെന്ന് ഇരുവർക്കും അറിഞ്ഞുകൂടാ എന്ന് മാത്രമല്ല, തോമസിനെ കണ്ടതും കരച്ചിൽ ഉച്ചത്തിലായി. ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയപ്പോൾ തന്നെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തോമസിനുള്ളിൽ സുവിശേഷകൻ ഉണർന്നു. ദൈവവചനം വ്യക്തമായി അവരുമായി പങ്കുവച്ചു. അവർ രണ്ടുപേരും അന്നു രാത്രി രക്ഷിക്കപ്പെട്ടു. ഇനിയും കമ്മ്യൂണിസ്റ്റുകാരുടെ പാട്ടുപാടാൻ പോകുകയില്ല എന്ന് തീരുമാനമെടുത്തു. മടങ്ങി വീട്ടിലെത്തിയ തോമസിൻ്റെ ഹൃദയത്തിൽ 2 ആത്മാക്കളെ കൂടി നേടിയതിൻ്റെ വലിയ സന്തോഷമുണ്ടായി. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങൾ കടന്നു വന്നു. പക്ഷേ അതിനെ വ്യതിചലിപ്പിക്കുന്ന മറ്റൊരു ചിന്ത അദ്ദേഹത്തെ അലട്ടി. തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന മാതാപിതാക്കൾ, ഇളയ 6 സഹോദരങ്ങൾ. പെട്ടെന്ന് അന്നു രാത്രി തിരുനക്കര മൈതാനത്ത് കേട്ട ഗാനത്തിൻ്റെ ട്യൂൺ അവിടേക്ക് ഒഴുകി വന്നു. തൂലികയിൽ പ്രവേശിച്ചു. കൊയ്ത്തുണ്ടധികം വേലക്കാറുണ്ടേറെ, പോവതിനായി ഇനി ആരുള്ളൂ. ഇങ്ങനെ ചുറ്റുപാടുകളെല്ലാം ഈ പാട്ട് വ്യാപിച്ചു. കുമ്പനാട്ടു നിന്നും പാസ്റ്റർ KE എബ്രഹാം തന്നെ കാണുവാൻ വരികയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ആ കാലങ്ങളിൽ അനേക യുവതി-യുവാക്കൾ PM തോമസിൻ്റെ യോഗങ്ങളിൽ കൂടി സുവിശേഷ വേലയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടു. താൻ ജോലി രാജിവെക്കാൻ പോകുന്നുവെന്ന് ദേശമെല്ലാം ശ്രുതിയായി. ഹിന്ദി പഠനം പൂർത്തിയാക്കി സ്കൂളിൽ വന്ന് ജോലി സ്വീകരിച്ചുവെങ്കിലും തോമസിന് യാതൊരു സമാധാനവുമില്ലായിരുന്നു. ജോലി രാജിവെക്കുമോ എന്ന് ഭയപ്പെട്ട് സ്വന്തക്കാരും സ്നേഹിതരുമെല്ലാം അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദർശനം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സാക്ഷികളിൽ കൂടിയും പാട്ടുകളിൽ കൂടിയും തൻ്റെ ഹൃദയത്തിൻ്റെ വേദന പങ്കിട്ടുകൊണ്ടിരുന്നു. വീട്ടിലുള്ളവരെ അനാഥരായി വിടുന്നത് തനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിതാവിൻ്റെയും മാതാവിൻ്റെയും കണ്ണീരിനിടയ്ക്ക് താൻ ജോലി രാജിവെക്കുന്നതിനെപ്പറ്റിയുള്ള സാക്ഷ്യം പറഞ്ഞപ്പോൾ തനിക്ക് ഭ്രാന്തായി തീർന്നു എന്നുപോലും സഹോദരങ്ങൾ ഉൾപ്പെടെ പല സ്വന്തക്കാർ സംശയിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ വീട്ടിൽ വരുമ്പോൾ ഏകാന്തതയുടെ അനുഭവമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. ആ സമയത്ത് 1956 രണ്ടാമതായി എഴുതിയ പാട്ടാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. വീട്ടിലെയും സ്വന്തക്കാരുടെയും ഇടയിലെ ഏകാന്തതകളും തൻ്റെ മുൻപിൽ സംഭവിക്കുവാൻ പോകുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ പരിശോധനകളും എല്ലാം ആ സമയത്ത് സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ഈ പാട്ടിൻ്റെ ഓരോ വരികളും നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ് എഴുതി തീർത്തത്. 1953 1 വർഷത്തെ അവധിയെടുത്ത് അഖില കേരള ക്രിസ്തീയ കൂട്ടായ്മയിൽ ചേർന്നു. മിസ്റ്റർ KV ചെറിയാനോട് ചേർന്ന് 1 വർഷം സുവിശേഷ വേല ചെയ്തു. 1954 സ്കൂളിൽ തിരികെ ചേരാൻ സമയമായപ്പോൾ മാരാമൺ മാർത്തോമ ചർച്ച് അഖില കേരള ക്രിസ്തീയ കൂട്ടായ്മയുടെ ഒരു സമ്മേളനത്തിൽ അഗസ്റ്റിൻ സലീം ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗത്തു നിന്നും പ്രസംഗിക്കുമ്പോൾ
സ്കൂളിൽ തിരികെ ചേരണ്ട എന്നും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന് ദൈവാത്മാവ് പ്രത്യേകമായി സംസാരിച്ചു. 2 ദിനവൃത്താന്തം 25 അധ്യായം 9 വാക്യത്തിൽ കൂടി 100 രൂപയ്ക്ക് പകരം ഇതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയുമെന്നുള്ള വാഗ്ദാനം ലഭിച്ചു. അന്ന് തന്നെ ജോലി രാജിവെച്ച് ആ രാത്രിയിൽ കർത്താവ് മറ്റൊരു വാഗ്ദത്തം കൊടുത്തത് ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 1 വാക്യമായിരുന്നു. 2 വർഷം മിസ്റ്റർ ചെറിയാനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് നീങ്ങുവാൻ സമയമായെന്ന് വ്യക്തമായതുകൊണ്ട് 1956 യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിൽ പോകുവാൻ അപേക്ഷിച്ചു. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി അമേരിക്കയിലെ ഒരു ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കുന്നതിന് തോമസിന് ക്ഷണം ലഭിച്ചു. ദൈവഹിതം ഇതുതന്നെയാകുന്നു എന്ന് കരുതി ചില നാളുകൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കയിലേക്ക് പോകുന്ന ദൈവഹിതമല്ല, ഇന്ത്യയിൽ തന്നെ സുവിശേഷ വേലയ്ക്കായി വേദപഠനം ചെയ്യുകയാണ് വേണ്ടതെന്ന് ദൈവാത്മാവ് വ്യക്തമായി കാണിച്ചു കൊടുത്തു. അങ്ങനെ 1956 UBSൽ പോയി. അദ്ദേഹം 1956 UBSൽ പോയി. ആദ്യത്തെ അവധിക്ക് നോർത്ത് ഇന്ത്യ സന്ദർശനത്തിനായി വിശ്വാസത്താൽ യാത്ര തിരിച്ചു. വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങൾ കൂടി വിശ്വാസത്താൽ യാത്ര ചെയ്തു. കൂടുതൽ സമയം ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ചിലവഴിച്ചു. ഈ യാത്രയിൽ അദ്ദേഹത്തിനുണ്ടായ കഷ്ടപ്പാടുകളും അതോടനുബന്ധിച്ച് അനേക അത്ഭുതങ്ങളും അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിനും സുവിശേഷ വേലയ്ക്കും പുതുക്കി പ്രതിഷ്ഠിക്കുന്നതിന് കാരണമായി തീർന്നു. ആ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി ട്രെയിനിൽ ഇരുന്ന് എഴുതിയ പാട്ടാണ് എന്നെ വീണ്ട സ്നേഹം, ക്രൂശിലെ സ്നേഹം നിൻ്റേതെന്നും ഞാൻ. അതിൻ്റെ ഓരോ വരികളും കാശ്മീരിൽ പല പർവ്വതനിരകൾക്കിടയിലൂടെയുള്ള യാത്രയെയും പ്രതിഷ്ഠയെയും ഓർപ്പിക്കുന്നതായിരുന്നു. പാസ്റ്റർ തോമസ് കഴിഞ്ഞ 40 വർഷത്തോളമായി അധിക സമയവും വടക്കേ ഇന്ത്യയിലായിരുന്നതിനാലും മലയാള ഭാഷയുമായി അധികം ബന്ധമില്ലാത്തതിനാലും പിന്നീട് അധികം മലയാളം പാട്ടുകൾ എഴുതിയില്ല. പാട്ടുകൾ ഉണ്ടാകുന്നതിനേക്കാൾ ആ കാലഘട്ടങ്ങളിൽ പാട്ടുകളിൽ കൂടി ദർശനങ്ങളും സമർപ്പണങ്ങളും ചെയ്ത് പൂർത്തിയാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇപ്പോഴും അതുതന്നെ ചെയ്തുകൊണ്ടുമിരിക്കുന്നു. കാശ്മീരിൽ ആരംഭിച്ച ഈ പ്രവർത്തനം വടക്കേ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് ഹിമാചൽ പർവ്വതനിരയുടെ പല ഭാഗങ്ങളിലേക്ക് ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഹിമാലയ പർവ്വതനിരകളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഗിദെയോൻ്റെ 300 ആളുകൾ എന്നുള്ളതാണ് പാസ്റ്റർ PM തോമസ് എന്ന ആ ദൈവദാസൻ്റെ ഇപ്പോഴത്തെ ദർശനവും ലക്ഷ്യവും. ഹിമാലയ പർവ്വതനിരകൾക്കിടയിൽ സഭകൾ സ്ഥാപിക്കുവാൻ ദർശനമുള്ള 300 യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് പാട്ടും പ്രസംഗവുമല്ല, നേരെ മറിച്ച് അനുസരണമാണ് എന്നാണ് ഈ കവിയുടെ അഭിപ്രായം. 1956 ഉത്തരേന്ത്യയിൽ പോയ ആ ദൈവദാസൻ കാശ്മീർ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് എന്ന സുവിശേഷ സംഘടനയുടെ അമരക്കാരനായി ഇന്നും ഉത്തർപ്രദേശിലെ ഗരൈപൂരിൽ താമസിക്കുന്നു, ആത്മാക്കളെ തിരഞ്ഞുകൊണ്ട്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ശ്രീയേശു നായകൻ കൂട്ടാളിയല്ലോ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ശ്രീയേശു നായകൻ കൂട്ടാളിയല്ലോ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകരെല്ലാവരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകരെല്ലാവരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ, യൗസേപ്പിൻ ദൈവമെൻ കൂട്ടാളിയല്ലോ. സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ, യോസേപ്പിൻ ദൈവമെൻ
ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമെൻ കൂട്ടാളിയല്ലോ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയായാൽ, നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയായാൽ, എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം.